ഒട്ടേറെ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും സാക്ഷി പറയാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും സംതൃപ്തമായി ഒരു സാക്ഷി പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഇത്രയും സംതൃപ്തി ഉണ്ടായിട്ടില്ല. കാരണം നീതിമാനായ ഉമ്മൻചാണ്ടിയെ അപമാനപ്പെടുത്താനും അദ്ദേഹത്തെ വേട്ടയാടാനും വേണ്ടി നടന്ന ഒരു ശ്രമമാണ് സോളാർ കേസ്. ആ സോളാർ കേസിൽ ഏറ്റവും കൂടുതൽ കേരള മനസാക്ഷി ഞങ്ങളെ മാത്രമല്ല ഞെട്ടിച്ചത്, ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതി ജയിലിൽ നിന്ന് എഴുതി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സോളാർ കമ്മീഷന് മുമ്പിൽ കൊടുത്ത ഒരു കത്തിലെ പരാമർശങ്ങളാണ്. അതിൽ ഉമ്മൻചാണ്ടി വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പോലും ഹനിക്കത്തക്ക രീതിയിലുള്ള സമൂഹം മാപ്പ് കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള പരാമർശങ്ങളുണ്ടായി. ഇന്ന് ബഹുമാനായ എന്റെ സ്നേഹിതൻ ശ്രീ സുധീർ ജേക്കബിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ കത്തിന്റെ വിശ്വസനീയതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ശ്രീ സുധീർ ജേക്കബ് ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ആ കത്ത് വ്യാജമാണ്. ആ കത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യമല്ല. അതൊരു സോളാർ കമ്മീഷന്റെ പരിധിക്കുള്ളിൽ വരാൻ പറ്റില്ല എന്ന് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ അത് പരാമർശിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ശ്രീ ഉമ്മൻചാണ്ടി പോയപ്പോൾ അത് ഡിലീറ്റ് ചെയ്താണ്. പക്ഷെ വീണ്ടും ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ ശ്രീ കെ സി ഇവിടെ പറഞ്ഞതുപോലെ സത്യം ഒരിക്കലും മൂടിവെക്കാൻ കഴിയില്ല, അത് കുറച്ചുകൂടി വ്യക്തമാക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് എന്റെ സ്നേഹിതൻ ശ്രീ സുധീർ ഇത്തരത്തിലുള്ള ഒരു കേസുമായി മുന്നോട്ട് പോയത്. ഏതായാലും ഞാനും കെ സിയും വളരെ സംതൃപ്തനാണ്. ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ മൂന്നാമത് ചരമവാർഷികം വരികയാണ്. അദ്ദേഹത്തിന്റെ മൂന്നാം ചരമവാർഷികം വരുമ്പോൾ ലോകമെങ്ങുമുള്ള മലയാളികൾ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എതിരായി ഉന്നയിക്കപ്പെട്ട ഒരു കള്ള വാദത്തിന് സാക്ഷി പറഞ്ഞുകൊണ്ട് അത് തെറ്റാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ ഞങ്ങളുടെ മനസാക്ഷി തുറക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയാണ് ഞങ്ങൾക്കുള്ളത്. സത്യം പുറത്തുവരും. ഇതിൽ കുറ്റക്കാരാരായിരുന്നാലും ഏത് വമ്പനായിരുന്നെങ്കിലും ഈ കത്തിന്റെ പിന്നിൽ പ്രേരണ കൊടുത്തവർ ഏത് വമ്പനാണെങ്കിലും ഉമ്മൻചാണ്ടിയോടുള്ള വ്യക്തിപരമായ വിരോധം തീർക്കുന്നതിന് വേണ്ടി ഏതെല്ലാം രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് വെളിച്ചത്ത് കൊണ്ടുവരും. ഇതിന്റെ കുറ്റക്കാരെ ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഈ സാക്ഷിമൊഴി കൊടുത്തതിന് ശേഷം ഞങ്ങൾ മടങ്ങിപ്പോകുന്നത്.